ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വോയിസ് ബിഹൈൻഡ് മൂവീസ്. ഇത്തവണ വന്നിരിക്കുന്ന ഒരു കിടിലൻ വെബ് സീരീസ് ആയിട്ടാണ്. ഇതും കോമഡി സൈഫൈ വെബ് സീരീസ് ആണ്. മണ്ടന്മാരുടെ കയ്യിൽ സൂപ്പർ പവർ കിട്ടിയാൽ അത് അവരെങ്ങനെ യൂസ് ചെയ്യും? അപ്പോൾ ഇവിടെ അതുപോലെ രണ്ട് മണ്ടന്മാരും ഒരു മണ്ടത്തെയും, അവർക്ക് ഒരു 18 സൂപ്പർ പവർ അവരുടെ കയ്യിൽ കിട്ടുക. പക്ഷെ അത് അവർക്ക് ഏത് സമയത്ത് വരും, അത് എങ്ങനെ യൂസ് ചെയ്യണം ഒന്നും അറിയത്തില്ല. ഒരു തേങ്ങ അറിയാതെ ആ സൂപ്പർ പവർ വെച്ചിട്ട് അവരവരുടെ നാടിനെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതാണ് കഥ. മാത്രമല്ല, ഇത് 1999 നടക്കുന്ന കഥയാണ്. ഇനി നമുക്ക് കഥയിലേക്ക് പോയാലോ? ഇതുവരെ നിങ്ങൾ ആരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കഥ തുടങ്ങുന്നത് കഥാനായിക ജെനിയെ കാണിച്ചുകൊണ്ടാണ്. അവൾ എന്തോ കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. വാട്ടറിനടിയിലൊക്കെ പോകുമ്പോൾ വെക്കത്തില്ല ഒരു ഗ്ലാസ്, അത് വെച്ചിട്ട് വാക്ക്മാൻ ഓൺ ചെയ്യുന്നുണ്ട്. വാക്ക്മാൻ്റെ അടുത്ത് നിറയെ കത്തികളുണ്ട്. അതിലൊരു കത്തി അവളുടെ അടുത്ത് ചറ കൊത്തി എറിയുണ്ട്. പുള്ളിയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ ജോലിയൊന്നുമില്ല. നമ്മുടെ ചെന്നിക്ക് 27 വയസ്സായി. പഠിക്കാനുള്ള ബുദ്ധിയോ ഇല്ല വേറെ എന്തെങ്കിലും കഴിവെന്ന് പറയാനോ അവൾക്കില്ല. അതുകൊണ്ട് ഇതാണ് അവളുടെ വരുമാന മാർഗം. പുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൂക്കുന്ന ബ്ലഡ് വരികയും അവൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജെനി അവിടെ ഒരു സ്ഥിരം പേഷ്യന്റ് ആണ്. ഡോക്ടർ ജെനിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ അവസ്ഥ വളരെ മോശമായി വരികയാണ്. ഹാർട്ട് എപ്പോൾ വേണമെങ്കിലും നിൽക്കും, കാരണം അത് അതിന്റെ പമ്പിങ് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് മൂക്കിൽ കൂടെയെല്ലാം ബ്ലഡ് വരുന്നത്. ജെനി ഡോക്ടറോട് പറയുന്നുണ്ട്, എന്നാ എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് എന്റെ ജീവൻ രക്ഷയ്ക്ക്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്താലും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്നാ ഈ കാര്യം ഗ്രാൻഡ്മയുടെ അടുത്ത് പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഡോക്ടർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അടുത്ത ജെനി വീട്ടിലേക്ക് പോവാണ്. വളരെ വിഷമത്തിലാണ് പോണത്. പോണ വഴിക്ക് ഈ പള്ളിക്കാരുണ്ടല്ലോ, അവര് വന്ന് അവളെ വളഞ്ഞിട്ട് 1999 ഡിസംബർ 31 ലോകം അവസാനിക്കാൻ പോവാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തും, ഒരിക്കലും നീ മരിക്കില്ല. അവൾക്ക് നല്ല ദേഷ്യം വരും. അവൾ പറയും, അതെന്താ നിങ്ങളുടെ ദൈവത്തിന് ഈ 31-ാം തീയതി ഈ വർഷം ലാസ്റ്റ് തന്നെ വേണം നിർബന്ധമുണ്ടോ? എനിക്കും ഈ ലോകം അവസാനിക്കുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കും എല്ലാവരുടെ കൂടെ മരിക്കണം. പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവള് കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ടെൻഷനിൽ അവൾക്ക് വയ്യാണ്ട് നെഞ്ചുവേന വന്നവിടെ ഇരിക്കുന്നുണ്ട്. കരഞ്ഞു കണ്ണ് തുറച്ച് നോക്കുമ്പോ ഒരു പയ്യൻ, ബ്ലൂ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ എന്ന് അവളോട് ചോദിക്കും. അത് ചോദിച്ചത് ആ കുട്ടിയുടെ അടുത്ത് ആ ഐസ്ക്രീം പിടുങ്ങിയിട്ട് അവൾ അത് കഴിക്കും. കഴിച്ചിട്ട് അവനോട് പറയും, ഇപ്പൊ കഴിച്ച്. ആ ഐസ്ക്രീം സ്റ്റിക്ക് ആ കുട്ടിയുടെ കയ്യിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് നടന്നു നീക്കും. കുറച്ചു നേരം ഷോക്കായി നിന്ന ആ കുട്ടി പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അവൻ അവിടെ കാറി പൊളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ നായകന്റെ എൻട്രി. ഇതാണ് നമ്മുടെ നായകന്റെ പേരാണ് ലീ ഊൻജിയോൻ. ലിയോൻജിയൻ ആ കുട്ടിക്ക് ഒരു ലോലിപോപ്പ് കൊടുത്തിട്ട് ആ കുട്ടീനെ സെറ്റ് ചെയ്യും. സിറ്റി ഹാളിലെ ജൂനിയർ ഒഫീഷ്യൽ ആയിട്ടാണ് ലിയോൻജിയോൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് എന്നൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഇവരുടെ നാട്ടിലുള്ളതാണ് ഈ സിറ്റി ഹാള്. നാട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളും പരാതികളൊക്കെ എടുത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ഇവരുടെ ജോലി. നമുക്കിനി ലിയോഞ്ചിയോങ്ങിനെ ഊഞ്ചിയോങ് എന്ന് വിളിക്കാം, കാരണം എനിക്ക് നാവുള്ളത് അങ്ങനെ ആവുന്നുണ്ട്. കൊറിയൻ മൂവി ആയതുകൊണ്ട് കൊറിയക്കാരുടെ പേരൊക്കെ കുറച്ച് കഷ്ടമുള്ളതായിരിക്കും. അപ്പൊ ഇവന്റെ പേര് കുറച്ച് ഡിഫിക്കൽട്ടി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവന്റെ സീനിയർ ഓഫീസർ വന്നിട്ട് ഇവളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവളുടെ പേര് ചെനി എന്നാണ്. നാട്ടുകാരെല്ലാം അവളെ വിളിക്കുന്നത് പ്രാന്തിപ്പെണ്ണെന്നാണ്. സൂക്ഷിക്കണം, അവളോടൊന്നും കൂട്ടുകൂടരുത്. വൂഞ്ചിങ്ങിനോട് പറയുന്നുണ്ട്. വൂഞ്ചിങ് നോക്കുമ്പോൾ ആള് പോസ്റ്റർ വലിച്ചു കീറുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ കാണും. ആളൊരു വലിയ പ്രശ്നക്കാരിയാണെന്ന് അവന് മനസ്സിലായി. എന്തായാലും അവൻ അവളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തേക്കാണ് ഇവിടെ കുപ്പ ഇടരുത് അല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് ഇടരുത് എന്നുള്ള ഒരു ബോർഡാണ് കാണുന്നത്. പക്ഷെ അവിടെ നോക്കി ഫുൾ വേസ്റ്റ് ആണ് ഉള്ളത്. അതിനിടയ്ക്ക് ഒരാള് ഹെഡ്ലൈറ്റും വെച്ചിട്ട് ഇരുമ്പ് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ കണ്ണിൽ ഒരു സൈക്കിൾ കാണുകയും ആ സൈക്കിൾ അയാൾ എടുക്കാൻ നോക്കുമ്പോൾ അത് മണ്ണിൽ ഉറച്ചിരിക്കുന്നതായി കാണും. ശക്തിയിലൊന്ന് പിടിച്ചു വലിക്കുമ്പോൾ വേറൊരു ഭാഗത്തും ആള് വേറെ ഭാഗത്തായിട്ട് വീഴും. പുള്ളിക്കാരൻ വീഴുന്നത് ഒരു അഴുക്കുചാലിലേക്കാണ്. വെള്ളത്തിന് വളരെ വൃത്തിയുടെ നാറ്റമായതുകൊണ്ട് തന്നെ ആൾ ഇതിന്റെ സോഴ്സ് എവിടെയാന്ന് നോക്കുമ്പോൾ ഒരു ഓടയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതായിട്ടാണ് കാണുന്നത്. ആ മനുഷ്യൻ ആ അഴുക്ക് വെള്ളത്തിൽ നിന്ന് എണിച്ച് പോകാനായിട്ട് റെഡിയാകുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത്. ആളുടെ ബോഡി അങ്ങനെ മൊത്തത്തിൽ ചേഞ്ച് ആവുകയാണ്. ചെവി കൈക്കൂടെ പറഞ്ഞു വരിക, കയ്യിലൊക്കെ സ്കെയിൽസ് വരിക, ഈ ഫിഷിന്റെ മേലെ ചെളുക്കുണ്ടല്ലോ അതുപോലെയൊക്കെ ആളുടെ ദേഹത്ത് ചെളുക്കിയൊക്കെ വരിക. സ്വന്തമായിട്ട് കഴുത്തിറുക്കി ശ്വാസം കിട്ടാതെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒന്നും നമുക്ക് പിടികിട്ടാത്ത ഒരവസ്ഥ. ഈ മൂവിയുടെ പേരാണ് വണ്ടർഫുൾസ്. അതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോഴത്തെ ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് പ്രസന്റിലേക്ക് പോകാം. ഒരു വൃദ്ധൻ സിറ്റി ഹാളിൽ വന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അവരുടെ ഫ്രണ്ട്സിനെ കാണാനില്ല. ഫസ്റ്റ് പാക്കിയോൺ സിക് കാണാതായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോ കിങ് പൊങ് പാലിനെ കാണാനില്ല. ഇവർ രണ്ടുപേരും എവിടെ പോയിന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അവർ പറയും, നിങ്ങൾ കുടിച്ചിട്ട് വല്ലവിടെ തള്ളിലുണ്ടാക്കിയിട്ട് പോയതായിരിക്കും, അവർ തിരിച്ചു വന്നോളൂന്ന്. ഈ വൃത്തം പറയുന്നുണ്ട്, പാക്കിയോൺ സിക് കാണാതായിട്ട് 1 വീക്ക് ആയി. കിം ബോങ് പാൽ യെസ്റ്റർഡേ ഞാൻ അവനെ കണ്ടതേ ഉള്ളൂ. അത് മാത്രല്ല അവന്റെ കയ്യിൽ നിന്ന് ഞാൻ 5000 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ അത് വേണ്ടേ, അവനെ കാണാനില്ല, അവൻ ഡിസപ്പിയർഡ് ആണ്. ഇവിടെ ഒരു സൈക്കോ സീരിയൽ കില്ലർ ഉണ്ട്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ഓരോരുത്തരായിട്ട് മിസ്സാവണത്. നിങ്ങൾ എങ്ങനെയെങ്കിലും കിങ് ബോങ് പാലിനെ കണ്ടുപിടിച്ച് തരണം. അതിന് ഓഫീസർ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ കണ്ടുപിടിക്കുന്നതാണ്, നിങ്ങളിപ്പോ പോകാം. അടുത്തത് സിറ്റി ഹാളിലേക്ക് സോൺ ജിയോങ് ഹുൻ എന്നൊരാൾ വരുന്നുണ്ട്.
അവനെ നമുക്ക് സോൺ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അത് നമ്മുടെ നാവിൽ കിടന്ന് ഡാൻസ് ആടും. സോൺ ഒരു ടോക്കൺ എടുത്ത് കൗണ്ടേഴ്സിലേക്ക് നോക്കുമ്പോൾ കൗണ്ടേഴ്സ് എല്ലാം ബിസി ആയ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. എന്തോ അവർക്കാർക്കും ഇവൻ അറ്റൻഡ് ചെയ്യണതിൽ തീരെ താല്പര്യമില്ല. പെട്ടെന്ന് ഇയാൾ എന്നെ നേരിട്ടാണല്ലോ വരുന്നത് എന്ന് മനസ്സിലാക്കിയ സീനിയർ ഓഫീസർ ജിയോങ്ങിനെ വിളിച്ച് ജിയോങ്ങിന്റെ അടുത്ത് നീ ആ വന്നിക്കുന്ന ആളെ അറ്റൻഡ് ചെയ്യണം, അയാളെ ഹാൻഡിൽ ചെയ്താൽ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോയ പോലെയാണ്, നിനക്ക് അടുത്ത തലത്തിലേക്ക് പോകേണ്ട സമയമായി. സോൺ എന്തിനാണ് ഇവിടെ വരുന്നതെന്നും അവന്റെ കംപ്ലൈന്റ്സ് എന്താണെന്നും പറയാണ്. സോൺ ഓരോ പ്രാവശ്യം ഇവിടെ വരാറുണ്ട്. വരുമ്പോഴെല്ലാം എന്റെ ഉയരത്തിനൊത്ത ഒരു മീനിനെ ഞാൻ കണ്ടു, അതിന്റെ ഇടുപ്പോളം ഉണ്ടായിരുന്നു, ശരിക്കും അത് എണിച്ച് നിൽക്കാന്നുണ്ടെങ്കിൽ എന്നെക്കാളും ഉണ്ടാവും, അങ്ങനെ അതിന്റെ കണ്ണ് അങ്ങനെയായിരുന്നു, അതിന്റെ ഇതെങ്ങനെയായിരുന്നു, അതിങ്ങനെയാണ്, ഇതൊരു മനുഷ്യനെ പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട് പക്ഷികളുടെ കാര്യം, ഏലിയന്റെ കണ്ണ് പോലെ ആ പക്ഷിയുടെ കണ്ണ് പോകുന്നുണ്ട്, അതെന്തുകൊണ്ടാണ്, നിങ്ങൾ എന്തൊന്നും നോക്കാത്തത്, നിങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യണം, ഇവിടെ എന്തോ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്, അതെന്താ നിങ്ങൾ കണ്ടുപിടിക്കണം. സോൺ ഇത്തവണ വന്നിരിക്കുന്നത് ആ വേസ്റ്റേജ് ഇടുന്ന സ്ഥലത്തിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ഥലത്തിൽ വേസ്റ്റ് ഇടണ്ടെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷെ ആളുകൾ വേസ്റ്റ് ഇടുന്നുണ്ട്. ജിയോങ് പറയുന്നുണ്ട് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്ക് അതിൽ പോകാനുള്ള റൈറ്റ്സ് ഇല്ല, അതിനെക്കുറിച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോൺ എന്ത് ക്വസ്റ്റ്യൻ അടക്കം മുടക്കാന്ന് എന്ത് ചോദിച്ചാലും അതിനെല്ലാത്തിനും ഒരു തക്കതായ ആൻസർ ജിയോങ് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവൻ ചോദിക്കുന്നതെല്ലാം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അടിക്കടി ഫയലൊക്കെ തുറന്ന് നോക്കുക. സാർ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ചെക്ക് ചെയ്യട്ടെ, സാർ വെയിറ്റ് ചെയ്യൂ, ചെക്ക് ചെയ്യട്ടെ, അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ സോണിന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സോൺ തിരിച്ചു പോവാണ് ചെയ്യുന്നത്. ഇതെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് ആ ഗ്രാൻഡ് പ അവിടെ നിൽക്കുന്നുണ്ട്. ഗ്രാൻഡ് പ മെല്ലെ അവനോട് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ഗ്രാൻഡ് പ അതായത് വൃദ്ധൻ അവനോട് പറയുന്നുണ്ട് മോനെ ഈ സ്ഥലം ശരിയല്ല കേട്ടോ, നീ ഇവിടുന്ന് വേഗം പൊയ്ക്കോ, ഇവിടെ അടിക്കടി ആളുകളൊക്കെ മിസ്സാവണുണ്ട്, കുട്ടികളും വലിയവരും എല്ലാം പോകുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് നൈസായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന സാൻഡ്വിച്ചും ജ്യൂസും എടുത്തുകൊണ്ടാണ് ഗ്രാൻഡ് പ പോകുന്നത്. അതിന് ജയോങ് ഒന്നും പറയുന്നില്ല. തെരുവോരത്തിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിനൊക്കെ കിട്ടുന്ന കാർട്ടില്ല, അതിലാണ് അവരുടെ തിങ്സ് ഒക്കെ അവർ എടുത്തു വെക്കുന്നത്. ഇപ്പൊ കിട്ടിയ സാൻഡ്വിച്ച് എടുത്ത് വെച്ച് പഴയൊരു ബ്രെഡ് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഗ്രാൻഡ് പ, അതായത് നമ്മുടെ വൃദ്ധൻ ഇരിക്കുന്നത്. അപ്പോഴാണ് ഈ പള്ളിയിൽ ആളുകൾ വന്നിട്ട് ഈ ലോകം അവസാനിക്കാൻ പോവാണ്, ഞങ്ങളുടെ കൂടെ ചേർന്ന് വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അങ്ങനെയൊക്കെ പറയും. അതിന് വൃദ്ധൻ പറയും എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ എന്നെ വിട്ടു പോ. വീണ്ടും അവര് ഈ വൃദ്ധനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. സഡനായി എന്ത് സംഭവിക്കുന്ന വെച്ചാല് അവിടെയുള്ള അയാളുടെ കാർട്ട് പറക്കുക, കാർട്ടിലുള്ള തിങ്സ് ഒക്കെ പറക്കുക. നിങ്ങൾ എന്ത് മാജിക്കാ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെ ഇത് പറപ്പിക്കുന്നത്? ഇപ്പോഴാണ് കാണിക്കുന്നത് ഈ വന്ന ഗ്യാങ്ങിന്റെ പിറകില് ഒരു ആള് നിൽക്കുന്നുണ്ട്. അവനാണ് ഈ കാർട്ട് പറപ്പിക്കുന്നതൊക്കെ. അവന്റെ കൈ വെച്ച് അവൻ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ, കൈ ഇങ്ങനെ അനക്കി എന്തൊക്കെയോ ചെയ്യുമ്പോൾ കാർട്ട് പൊങ്ങുകയും അതിലുള്ള സാധനങ്ങളൊക്കെ അന്തരത്തിൽ പറക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കൈ വെച്ച് പൊക്കുകയും മറ്റേ കൈ വെച്ച് അവൻ അതിനെ അടിക്കുമ്പോൾ ചമ്മന്തിയായി അവന്റെ നമ്മുടെ കൈകളുടെ ഇടയിൽ എന്തെങ്കിലും പെട്ടെന്തായിരിക്കും, ഒറ്റ അടി കൊടുത്ത ചമ്മന്തി ആവില്ലേ, അതുപോലെ ആ കാട്ടിന് അവൻ തൊടാതെ തന്നെ ഒറ്റ അടി കൊടുത്ത് ചമ്മന്തി പരുവത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മുടെ ഹീറോയിൻ അവളുടെ അമ്മാമ്മയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിക്കുകയാണ്. പോലെ ട്രിപ്പ് പോകണം, എനിക്ക് കാശ് കൊടു, എനിക്ക് പുറത്തു പോയി ലോകം ചുറ്റണം, എനിക്ക് അതിന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഗ്രാൻഡ്മ പറയും എനിക്ക് തരാൻ പറ്റില്ല, നീ സ്വന്തമായിട്ട് സമ്പാദിച്ചിട്ട് നീ ഉണ്ടാക്കിയിട്ട് പോകറി. ഇല്ല ഞാൻ ചത്തു പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകും, ഞാൻ ചാകണതിന് മുമ്പ് കുറച്ച് ലോകം കണ്ടട്ടെ, എന്നിട്ട് ഞാൻ ചത്തു പോയിക്കോളാം. അപ്പൊ ഗ്രാൻഡ്മ പറയും ഇവിടെ ആരും ചാവിനെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ. ആക്ച്വലി ജെനിയുടെ ഗ്രാൻഡ്മ റിച്ച് ആണ്. അപ്പൊ ഇവൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് കാശ് അനാവശ്യമായിട്ട് കൊടുക്കില്ല. ഇപ്പോൾ പറയും എല്ലാവർക്കും നിങ്ങൾ കാശ് കൊടുക്കണ്ടല്ലോ, എല്ലാവർക്കും ദാനധർമ്മം ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് തന്ന എന്നാ കുഴപ്പം. പക്ഷെ ഗ്രാൻഡ്മ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. സോ അവൾക്ക് മനസ്സിലായി സംഭവം കിട്ടത്തില്ല എന്നുള്ളത്. ശരിയെന്ന് പറഞ്ഞിട്ട് ആള് പോയിട്ട് നമ്മൾ ഈ കുടുക്ക ഉണ്ടല്ലോ, കുടുക്ക പൊട്ടിച്ച് അതിലുള്ള കാശൊക്കെ എടുത്തിട്ട് ഞാൻ ട്രിപ്പിന് പോകാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ബാഗ് പാക്ക് ചെയ്ത് ട്രിപ്പിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ജെനിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കിളിമഞ്ചാരോവും നോർത്തേൺ ലൈറ്റ്സും കാണണം എന്നുള്ളത്. അങ്ങനെ ജെനി അവളുടെ ഐറ്റിനറിയൊക്കെ സെറ്റാക്കി ഓരോ ദിവസം കഴിക്കേണ്ട മെഡിസിനൊക്കെ എടുത്തെടുത്ത് വെക്കുകയാണ്. അപ്പോൾ അവളുടെ കാല് കാണിക്കുന്നുണ്ട്, കാലൊക്കെ ഇങ്ങനെ കളർ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, അവളുടെ ഹാർട്ട് പമ്പിങ് നിർത്തി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആള് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പുറത്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ പോണ വഴിക്ക് അവളുടെ ഫ്രണ്ടിനെ കാണാൻ വരും. എല്ലാവരും അവനെ സാപ് കിങ് എന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി ഒറിജിനൽ പേര് വേറെ ഒന്നുമാണ്, പക്ഷെ എല്ലാവരും കളയിട്ട് അവനെ സാപ് കിങ് എന്നാണ് വിളിക്കുക. മേ ബി അവൻ്റെ ബുദ്ധി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. കഥ കുറച്ച് മുറുകുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പം എന്തായാലും തൽക്കാലം ഇങ്ങനെ പോട്ടെ. ജെനിനെ കണ്ടതും സാപ് കിങ് ചോദിക്കുന്നുണ്ട് അയ്യോ നിന്നെ ഗ്രാൻഡ്മ ട്രിപ്പ് പോകാൻ വിട്ടോ, നീ ട്രിപ്പ് പോവാ? അപ്പൊ ജെനി പറയുന്നുണ്ട് ട്രിപ്പ് പോവാണ്, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, നിന്റെ കയ്യിൽ വല്ല കാശ് ഇരിപ്പുണ്ടെങ്കിൽ തന്നേക്ക്. സാപ് കിങ് പറയും എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല, കാശല്ല ഞാൻ വീട്ടിന്റെ മേൽക്കൂര റൂഫ് അടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തു, ഓണർ ചെയ്തില്ല പണിയൊക്കെ, നീ എന്തിനാ ചെയ്തത്? നീ എപ്പോഴെങ്കിലും മഴയത്ത് കൊട പിടിച്ച് വീടിനകത്ത് ഇരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലാവില്ല. നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ പിന്നെ എങ്ങനെ പോകുന്നൊക്കെ നമ്മുടെ സാപ് കിങ് ഇവളോട് ചോദിക്കുന്നുണ്ട്. അതിന് ജെനി പറയുന്നുണ്ട് നാളെ 50 മില്യൺ വോൺ എന്റെ കയ്യിൽ വരാൻ പോണ്ട്, നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവള് പോണത്. ഇതും കേട്ട് അന്തം വിട്ട് സാപ് കിങ് നിൽക്കുന്നത്. 50 മില്യൺ വോണാ?
ഈ സീൻ കട്ടായി അടുത്ത സീന് കാണിക്കുന്നത് സോന്റെ വൈഫിന്റെ ഫ്ലവർ ഷോപ്പാണ്. സോന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈഫിന് ഫുഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. വൈഫിനെ ഹെൽപ്പ് ചെയ്യലാണ് ആളുടെ പ്രധാന ജോലി. നാട്ടുകാരുടെ അടുത്തൊക്കെ വായടിക്കാൻ അവനെ സ്വന്തം വൈഫിന്റെ അടുത്ത് പിടിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്റെ അമ്മയുടെ 70ാമത്തെ ബർത്ത്ഡേ വരുന്നുണ്ട്, അമ്മ ഇതുവരെ ഫ്ലൈറ്റിൽ പോയിട്ടില്ല, ഫ്ലൈറ്റിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അവനെ കുട്ടി ഒന്ന് പോയിട്ട് വരട്ടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട് അതെന്തിനാണ് നീ അങ്ങോട്ട് പോണത്, ഇവിടെയുള്ള ഹവായി റെസ്റ്റോറന്റിൽ പോയിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി, അതിനുള്ള ബഡ്ജറ്റൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട്. സങ്കടമായെങ്കിലും ഷോപ്പിൽ നിന്നും ഇറങ്ങിയ സോൺ നേരെ പോകുന്നത് മകളെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ സോണിൻ്റെ അമ്മ കോൾ ചെയ്യുന്നുണ്ട്. മഴയത്ത് സാൻഡിൽസ് ഇട്ട് നടന്നുകൊണ്ട് തന്നെ ആൾ അവിടെ എവിടെയും വഴക്കി വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. മകൾക്ക് അത് കുറച്ച് ഷെയിമായിട്ട് ഫീൽ ചെയ്യണതുകൊണ്ട് മകൾ ഇവൻ്റെ കൂടെ വരാതെ ഫ്രണ്ടിൻ്റെ കൂടെ കുട പിടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. സോക്സ് ഒക്കെ നല്ല സോക്കായി വെള്ളത്തിൽ കുതിർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് പോകാതെ സോൺ പോകുന്നത് സാപ്പ് കിങ്ങിൻ്റെ വീട്ടിലേക്കാണ്. സാപ്പ് കിങ് വരുമ്പോൾ ഡോർ ഇങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോണോട് പറയുന്നത് എൻ്റെ വീട് തല്ലി പൊളിക്കുകയാണോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്ക് പറയും. നീ എന്തിനാ ഈ ഡോർ അടച്ച് വെച്ചിങ്ങനെ, ഈ വീടിനകത്ത് എന്താ ഉള്ളത്, വല്ല നിധി എടുത്ത് വെച്ചിട്ടുണ്ടോ അങ്ങനെ പറയാം. കുട പിടിച്ചിട്ടുള്ള നിന്നെ പോലുള്ള ആളുകൾ ഈ വീട്ടിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോർ അടച്ചിട്ട് പോണത് എന്ന് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിനകത്ത് കയറും. വീട്ടിനകത്ത് കയറി നോക്കുമ്പോൾ അവിടെ വെച്ച സാധനങ്ങളൊക്കെ വെള്ളത്തിൽ കുതിർന്നു പോയിട്ടുണ്ടാവും. അപ്പോഴാണ് ഇവനോട് സാപ്പ് കിങ്ങിനോട് നമ്മുടെ സോൺ ചോദിക്കും, നീ അല്ലേ റൂഫൊക്കെ ശരിയാക്കി എന്നൊക്കെ പറഞ്ഞ് തള്ളിയതാണല്ലോ, ഇപ്പൊ എന്തായി? ശരിയാക്കിയതാണ്, പക്ഷെ എന്താണെന്നറിയില്ല വീണ്ടും ഇങ്ങനെ വെള്ളം വരുവാണല്ലോ അങ്ങനെ പറയും. നീ അപ്പം അവൻ ചോദിക്കുന്നത് നീ ചിരിക്കുകയാണോ കരയാണോ? എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക എന്ത് എക്സ്പ്രഷനാണ് ഇത്. അടുത്ത ജെന്നിനെയാണ് കാണിക്കുന്നത്. ജെന്നി പർച്ചേസിങ്ങിന് പോയിരിക്കുകയാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ. കൂടെ തന്നെ നമ്മുടെ ജിയോങ്ങും പർച്ചേസിങ്ങിന് വന്നിരിക്കുന്ന സെയിം ഷോപ്പിലാണ്. ഷോപ്പിങ്ങിനിടയിൽ അറിയാതെ ഇവർ രണ്ടുപേരും കൂട്ടിയിടിച്ച് ജെന്നിയുടെ കയ്യിലുള്ള തിങ്സ് ഒക്കെ താഴെ വീഴുന്നുണ്ട്. അപ്പൊ ജിയോ നോക്കുമ്പോൾ അവളുടെ കയ്യിലുള്ളത് കത്രിക, കത്തി, അങ്ങനെ മാരകായുധങ്ങളൊക്കെയാണ് അവളുടെ കൈ കാണുന്നത്. ഓൾറെഡി അവൻ അവളുടെ മേലെ ഒരു ഡൗട്ട് ഉള്ളതാണ്. ഇത് കണ്ടപ്പോൾ കൺഫേം ആയി. അപ്പോൾ അവൾ എന്തോ വലിയ സംഭവം ചെയ്യാൻ പോവാണ്, ഇവിടെയുള്ള ആളുകളെ കടത്തുന്നത് അവളായിരിക്കുന്നൊക്കെ അവനിങ്ങനെ ഊഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പോകുന്നുണ്ട്. ഇവൻ ഇവളെ പിറകിലേ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇവൻ ഇവളെയും ഫോളോ ചെയ്ത് പിറകിൽ പോകുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ ഇവള് വലിയ ഏറ്റിയാ പൊങ്ങാൻ പറ്റാത്ത ഒരു വലിയൊരു ബാഗ് എടുത്ത് ഇത് വലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കാർട്ട് കാണാം. അപ്പോൾ അവൾ ആ കാർട്ടിനടുത്ത് വെക്കാൻ നോക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അവളുടെ ബാഗിന്റെ വീല് ഒടിഞ്ഞു പോകും. എന്നാ പിന്നെ ഈ കാർട്ടിലിട്ട് തള്ളിക്കൊണ്ട് പോകാന്ന് പറയുമ്പോൾ ജിയോങ് വന്ന് തടഞ്ഞിട്ട് ഇത് ബോങ്പാലിന്റെ അല്ലേ, നീ എന്താ ഈ ബോങ്പാലിന്റെ കാർട്ട് യൂസ് ചെയ്യണത്? ശരി അന്ന് എനിക്ക് വേണ്ട, ഞാൻ വലിച്ചു പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് വലിച്ച് അവളെ പോകും. അപ്പം വിചാരിക്കും ആളുകളെ കൊന്നിട്ട് ഇവൾ ഇതിനകത്തിട്ടായിരിക്കും കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് ബാഗ് പിടിച്ച് വലിച്ച് പിടിയും വലിയായി അവളുടെ ബാഗ് ഇങ്ങനെ പൊട്ടി ആ ബാഗിനകത്തുള്ള തിങ്സ് ഒക്കെ വലിയേക്ക് പാറി പറക്കുക. അവളുടെ എല്ലാ തിങ്സും ഉണ്ടാവും, അങ്ങനെ എല്ലാം കൂടി പാറി പറക്കും. ഇത് കണ്ട് ജിയോ ഞെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ഗുരുത്വാകർഷണം താഴോട്ടായതുകൊണ്ട് പോയ സാധനങ്ങളൊക്കെ താഴോട്ട് വരും. അതിൽ കത്തിയും കൊടുവള് പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവള് തലയിൽ അത് വീഴാൻ പോകുമ്പോൾ അവൻ അവളൊന്ന് പിടിച്ച് വലിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരു പൈപ്പ് പൊട്ടി അവളെ തലയിൽ കൂടെ വെള്ളം വീഴുന്നുണ്ട്. മൊത്തത്തിൽ കോപാകുലയായ ജെന്നി അവനെ അടിച്ച് പരത്തുന്നുണ്ട്. മാത്രമല്ല പെട്ടി തിരികെ നിറച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇവൾക്ക് ഗ്രാൻഡ്മയുടെ ഒരു കോള് വരുന്നുണ്ട്. പണ്ടത്തെ ഫോൺ ആയതുകൊണ്ട്, അതായത് ഇത് 2000 മുൻപുള്ള വർഷം ആയതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലൊന്നും ടച്ച് ഫോൺ ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കും. 2000 മുമ്പൊക്കെ മറ്റേ ബട്ടൺ ഫോണാണല്ലോ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ്മ അവളോട് പറയണ്ടേ, എടി കുരുത്തം കേട്ടതാ, നീ പെട്ടിയും കടക്കൊക്കെ എടുത്ത് എവിടെ പോയിരിക്കുകയാണ്, തിരിച്ച് വരാൻ നോക്ക്, മഴ പെയ്യുന്ന കാണുന്നില്ലേ? അപ്പോൾ നല്ല വഴക്ക് പറയുന്നുണ്ട്. അവള് പറയുന്നുണ്ട് എന്താ ഞാൻ വീട്ടിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുക, ഞാൻ മരിക്കോളം എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ, എനിക്ക് ലോകമൊന്നും കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഇമോഷണൽ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഗ്രാൻഡ്മയും കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജിയോ ബാഗൊക്കെ പാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവളുടെ വരുന്നത്. ഇവൻ ഇവളുടെ സോറിയൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. അടുത്ത് ജെന്നിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ് വരുന്നത്. അതിൽ ജെന്നി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ മരിക്കേണ്ട ഒരാളായിരുന്നില്ല, പക്ഷേ ഈ മണ്ടന്മാരുടെ മുൻപിൽ വെച്ചിട്ടായിരിക്കും എന്റെ മരണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കഥയിൽ ഒരു ട്വിസ്റ്റ് വരാൻ പോവുകയാണ്. അടുത്തത് കാണിക്കുന്നത് സാപ്പ് കിങ്ങിനെയും സോണിനെയാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ കാശ് നല്ല മഴയായിട്ട് ഇങ്ങനെ കൊട്ടുകയാണെങ്കിൽ എന്ത് നന്നായിരുന്നു, കാശ് വേണം എന്നും പറഞ്ഞ് സോൺ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാപ്പ് കിങ് പറയുന്നുണ്ട്, ചിലരൊക്കെ ട്രിപ്പ് പോകാൻ 50,000 മില്യൺ വോണൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സോൺ ചോദിക്കേണ്ട ആരാണ് ഈ 50,000 മില്യൺ വെച്ച് ട്രിപ്പ് പോകണം അത്ര വലിയ ആള്? വേറെ ആര്, നമ്മുടെ പ്രാന്തിപ്പെണ്ണ് തന്നെ. ഈ സംസാരത്തിനിടയിൽ ഫുഡ് കുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ആ അടുപ്പിന്റെ അപ്പുറം ഇപ്പുറം വരുന്ന ഒരാൾ സോക്സും ഒരാൾ അട്ടപ്പെട്ടിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഡൻ ആയി ജെയിൻ അവിടെ വന്ന് നിന്നത് അവളെ കണ്ടുവരേണ്ടവരും പേടിക്കുന്നുണ്ട്. ജെയിൻ ഇവരോട് പറയുന്നുണ്ട്, നാളെ എന്റെ കയ്യിൽ 50,000 മില്യൺ വോൺ വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു ഷെയർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരും, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. കാശ് കിട്ടുന്ന പണിയായതുകൊണ്ട് തന്നെ രണ്ടുപേരും ജെയിനിയുടെ അടുത്ത് ഓക്കെ എന്ന് പറയും. അടുത്തായി കാണിക്കുന്നത് ജിയോണിയാണ്. ജിയോന്റെ വീടിന് താഴെയുള്ള താമസക്കാരി വന്നിട്ട് ജിയോനെ വഴക്ക് പറയാണ്. എന്താ അത് എപ്പോഴും മിഡ് നൈറ്റ് ആകുമ്പോൾ നിന്റെ വീട്ടിൽ ഭയങ്കര സൗണ്ട് ആണല്ലോ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല സൗണ്ട് കാരണം പറഞ്ഞിട്ട് വഴക്ക് പറയണം. അപ്പോൾ അവൻ സോറി പറഞ്ഞിട്ട് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. വാതിൽ പൂട്ടി വീടിനകത്തേക്കാണ് അടുത്ത വ്യൂ. വീട്ടിലെല്ലായിടത്തും അവിടെ ഇവിടെ സ്റ്റിക്കർ ഒടിച്ച് കയറ് കെട്ടി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അവിടെ തിങ്സ് ഒക്കെ ചിന്നി ചിതറി കിടക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അവന്റെ കണ്ണിൽ ഒരു ഫയൽ കൊടുക്കുകയും അവൻ ആ ഫയൽ എടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരു കോൾ വരുന്നുണ്ട്. അപ്പൊ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ എന്നെ വിളിക്കണ്ട, എന്നെ നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ ഫോൺ അവൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു അജ്ഞാത കോളായിട്ടാണ് കാണിക്കുന്നത്. ആരാണ് കോൾ ചെയ്തതെന്ന് ഇപ്പൊ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. അടുത്ത് അവനൊരു ഫയൽ എടുത്ത് നോക്കുകയാണ്. ആ ഫയലിൽ
WKP കാണിക്കുന്നുണ്ട്. കുറെ പേപ്പർ കട്ടിങ്സ് എല്ലാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ നേരെ പോകുന്നത് ആ വഴിയോരത്തുള്ള ഗ്രാൻഡ് പേ തെരഞ്ഞുകൊണ്ടാണ്. അവിടെ പോകുമ്പോൾ അവിടെ ആളുണ്ടാവില്ല. അവൻ ആകെ കിട്ടുന്നത് പള്ളിക്കാരന്റെ നോട്ടീസും ചതഞ്ഞു കിടക്കുന്ന ഗ്രാൻഡ് പേയുടെ കാർട്ടും ആണ് കിട്ടുന്നത്. അടുത്തത് കാണിക്കുന്നത് ഗ്രാൻഡ് പേ ആണ്. ഗ്രാൻഡ് പേ ഒരു സെല്ലിനകത്ത് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സെല്ലിനകത്ത് നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു അക്വേറിയം കാണുകയും അതിനകത്ത് തന്റെ ഫ്രണ്ടിനെ കണ്ട് ഗ്രാൻഡ് പേ ഞെട്ടുകയും ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മുടെ പ്രാന്തി പെണ്ണിനെ ആരോ കിഡ്നാപ്പ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് അവള് തന്നെയാണെന്നും കൂടെ സഹായികളായിട്ടുള്ളത് സോൺ ആൻഡ് നാപ്കിന്റെ കൂടെ സഹായികളായിട്ടുള്ളത് സോൺ ആൻഡ് സാപ്കിങ്ങും ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരുടെ പേരൊന്ന് മാറ്റിയാലോ? നമുക്ക് ഒരാളെ കന്നാസെന്നും ഒരാളെ കടലാസെന്നും വിളിക്കാം. പോണ വഴിക്ക് ആരാണ് കന്നാസ് ആരാ കടലാസ് എന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ കന്നാസും കടലാസും കൂടി എടുത്ത വീഡിയോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സഡൻ ആയിട്ട് നമ്മുടെ ജെനിക്ക് നെഞ്ചുവേദന വരുന്നത്. അവൾക്ക് അവരെ ഒന്ന് വിളിക്കാനോ റെസ്പോണ്ട് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ സമയത്ത് ഇവള് ചിന്തിക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് കേട്ടിരുന്ന ആ ഓഡിയോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ മരണം ഇങ്ങനെയായിരിക്കുന്നു. ഞാൻ എന്റെ മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് മരിക്കുന്നതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ മണ്ടന്മാരുടെ മുന്നിൽ കിടന്നായിരിക്കും എന്റെ മരണം ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടില്ല എന്നും പറഞ്ഞാണ് അവള് മരിക്കുന്നത്. മരിക്കുമ്പോൾ അവളുടെ കണ്ണിന്റെ കൃഷ്ണമണി ഇങ്ങനെ വിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കന്നാസും കടലാസും വീഡിയോ ഒന്നും ശരിയായില്ല ഒന്നും കൂടി എന്ന് പറഞ്ഞിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോഴാണ് കന്നാസ് പോയിട്ട് അവളുടെ മൂക്കിൽ തൊട്ട് നോക്കണം ശ്വാസം ഉണ്ടാവുന്നത്. നോക്കുമ്പോൾ ശ്വാസമില്ല. അവർ ഭയങ്കര പേടിച്ച് അവൻ കരയാൻ തുടങ്ങി. എടാ അവൾക്ക് ജീവനില്ല, അവള് മരിച്ചു പോയടാ എന്ന് കന്നാസ് കടലാസിനോട് പറഞ്ഞു. ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യ് എന്ന് കന്നാസ് പറയുന്നുണ്ട്. കടലാസ് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം, എന്തിനാ നിന്റെ കൈ ഇങ്ങനെ വരയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഇവിടെ മരിച്ചു പോയടാ. രണ്ടുപേരും പേടിച്ച് ക്യാമറ എടുത്ത് താഴെ വലിച്ചെറിയാണ് ചെയ്യുന്നത്. രണ്ടുപേരും ഇരുന്ന് കരയാ. അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. നോക്കുമ്പോൾ മുത്തശ്ശിയാണ് വിളിച്ചിട്ടുള്ളത്. ഫോൺ കോൾ രണ്ടുപേരും അറ്റൻഡ് ചെയ്യില്ല. അതിങ്ങനെ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് വേറെ ആവലാതി. അപ്പോൾ ഗ്രാൻഡ് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആരും ഫോൺ എടുക്കുന്നില്ല. സോ ഫോൺ ഇവള് അടിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ ഗ്രാൻഡ്മ വേറൊരാൾക്ക് കോൾ ചെയ്യും. എന്നിട്ട് അവനോടാണ് ഹെൽപ്പ് ചോദിക്കുന്നത്. ഇവനാണ് നമ്മുടെ എക്സ് പോലീസ് ഓഫീസർ. പേര് കുറച്ച് കഷ്ടമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എക്സ് പോലീസ് ഓഫീസർ എന്ന് പോവാം. അപ്പോൾ അവനോട് പറയുന്നുണ്ട് വീണ്ടും ജെനിനെ കാണാനില്ല, അവളെവിടെയാണെന്ന് നീ ഒന്ന് നോക്കിയിട്ട് പറയുക, ഞാൻ ചെക്ക് ചെയ്തോളാം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കടലാസ് അവിടെ നെങ്ങത്തൊക്കെ അടിച്ചു നോക്കുന്നുണ്ട്. ജെനി തിരിച്ചു വാ, എണിച്ചു വാ, ചത്തു പോവല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട്. ഇതിൽ സോനിനെ കന്നാസ് എന്നും മറ്റവനെ കടലാസ് എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, പേരെങ്ങാനും കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തിന്റെ കമന്റിൽ വന്ന് പറയാ സോനും സാപ്കിങ് അങ്ങനെ മതി, പേര് മാറ്റണ്ടെന്ന് പറയാ. അപ്പൊ ഞാൻ പേര് മാറ്റത്തില്ല. അടുത്ത വീഡിയോയിൽ അതേ പേര് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി കഥയിലോട്ട് നമുക്ക് പോകാം. കടലാസ് ചെന്നിയോടെ പുലമ്പെന്ന് കണ്ടിട്ട് കന്നാസ് പറയും, എടാ മണ്ട, അവളുടെ കണ്ണില് ജീവന്റെ ഒരു തരി കൂടെ ഇല്ല. ഇതും പറഞ്ഞിട്ട് കന്നാസ് കരയാൻ തുടങ്ങും. ഇവൻ പേടിച്ചിട്ട് നമ്മുടെ കടലാസ് പേടിച്ചിട്ട് ചെന്നിയുടെ കണ്ണുകൾ ക്ലോസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ക്ലോസ് ചെയ്യാവില്ല. അവളെ നോക്കി വീണ്ടും എനിക്ക് പേടിയാവുന്നു ജെനിയെ, കണ്ണടക്കി എന്ന് പറഞ്ഞിട്ട് അതിനെ ഇരുന്ന് കരയുന്നുണ്ട്. മൊത്തത്തിൽ അവൻ എല്ലാത്തിനും പേടിയാണ്. ഇത് സോന് പറയുന്നുണ്ട്, അതായത് നമ്മുടെ കന്നാസ്. സോന് തന്നെ പറയാൻ വിചാരിക്കുന്നു കന്നാസിന്, കാരണം അത്ര കഷ്ടമുള്ള പേരല്ലല്ലോ. ഓക്കെ, അപ്പൊ സോൻ പറയുന്നുണ്ട് സ്വന്തം പ്ലാനിൽ സ്വന്തമായി മരിച്ചു, പോരാത്തതിന് ഞങ്ങളെയും കൊണ്ടുവന്ന് കുടുക്കി. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ നമ്മളല്ല ഇത് ചെയ്തതെന്ന്? പോലീസ് നമ്മളെയും തൂക്കിയെടുത്തിട്ട് പോവോടാ. നമ്മൾ എന്താ ചെയ്യുക? തൽക്കാലം നമുക്ക് ഇവളെ ഒന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. പ്രശ്നമൊക്കെ ഒന്ന് കലങ്ങി തെളിയുമ്പോൾ നമുക്ക് എടുക്കുക, പുറത്ത് കൊണ്ടുവരാം. എങ്ങനെ? ഫസ്റ്റ് നമ്മുടെ കടലാസ് സമ്മതിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് അവൻ ശരി ഓക്കെ അങ്ങനെ ഒരു ഉന്തുവണ്ടി എടുത്ത് അവൾ അതിനകത്തിട്ട് ഇവർ തള്ളിക്കൊണ്ടുവരുന്നുണ്ട്. മറ്റേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസിലേക്കാണ് കൊണ്ടുവരുന്നത്. സ്ഥലം കണ്ടിട്ട് സാപ്കിങ് പറയുന്നുണ്ട്, വേസ്റ്റിലാണോ ജെനിയെ കൊണ്ടുവരുന്നത്? സമ്മതിക്കില്ല, ഞാൻ ഇതിന് സമ്മതിക്കില്ല. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ സോൺ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവളുള്ള ആ കാർട്ടും കൊണ്ട് അവർ താഴോട്ട് വേസ്റ്റുള്ള സ്ഥലത്തുണ്ടല്ലോ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മുഖത്തേക്ക് ഒരു ടോർച്ച് ലൈറ്റ് വരുന്നത്. കൂടെ ഒരു ശബ്ദവും. ആരാ ഇവിടെ ഈ സമയത്ത്? ആരാത്? ഓ സോൺ, നിങ്ങളായിരുന്നോ? നിങ്ങളെന്താ ഇവിടെ, എന്താ ചെയ്യുന്നത്? സോൺ അപ്പം ആരാന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അത് ജിയോങ് ആയിരിക്കും. അപ്പൊ സോൺ ജിയോങ്ങിനോട് ചോദിക്കും, വിചിത്ര മനുഷ്യ, നിങ്ങളെന്താ ഈ രാത്രിയിൽ ഇവിടെ കാര്യം? അപ്പോ ജിയോങ് സോണിനോട് പറയും, താനല്ലോടെ രാവിലെ വന്ന് പറഞ്ഞത് ഇതുപോലെ ഇവിടെ ആരും വന്ന് നോക്കണില്ല അങ്ങനെയൊക്കെ. സോ അതുകൊണ്ട് താൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നോക്കാൻ വന്നതാ. സത്യത്തിൽ ജിയോൺ ആ അപ്പാപ്പനെ തെരഞ്ഞ് ഇറങ്ങിയതാണ്. ജിയോൺ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കാട്ടിൽ എന്താ അതിനകത്ത് കിടക്കുന്നേ? ജിയോൺ കാണാതിരിക്കാൻ ഇവർ രണ്ടുപേരും ഡ്രസ്സ് വെച്ച് മറിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇല്ല ഇതിനകത്തൊന്നുമില്ല എന്നിട്ട് ഇങ്ങനെ മറച്ചു വെക്കുന്നുണ്ട്. ഇവരിങ്ങനെ കാണിക്കുമ്പോൾ ആ കാട്ടിൽ ഇവർ കാല് തട്ടിയിട്ട് അത് താഴോട്ട് മറിഞ്ഞു വീഴുകയും ജെനിയുടെ ബോഡി താഴോട്ട് തെറിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ബോഡി പോയി താഴെ വീഴുന്നത് ആ കുളത്തിലായിരിക്കും. അപ്പൊ ജിയോങ് ചോദിക്കുന്നുണ്ട്, അതെന്താ അവിടെ പോയി തെറിച്ച് വീണത്? ഓ അത് ഡെമ്മിയാണ്. അത് ഡെമ്മി പോലെ എനിക്ക് തോന്നുന്നില്ല. ഇവര് മാറി മുഖത്ത് നോക്കും. ജിയോ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും മുഖത്ത് നല്ല കളലക്ഷണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ജിയോങ് നല്ലൊരു ഓട്ടം വെച്ച് കൊടുക്കും. കൂടെ ഇത് രണ്ടും കൂടെ ഓടും. മഴ സമയം ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ടായിരുന്നു. ബാക്കി രണ്ടുപേരും വഴുതി ആ കുളത്തിനകത്ത് തന്നെ വീഴും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ മൂവി തുടങ്ങിയ സമയത്ത് ഒരാള് ഈ
കുളത്തിനകത്ത് വീണ് അയാൾ മീനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇവർ 3 പേരും ഈ വെള്ളത്തിൽ വീണിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കഥയുടെ ട്വിസ്റ്റ് സ്റ്റാർട്ട് ആവുന്നത്. അടുത്തെത്തി ടോർച്ചടിച്ച് നോക്കുമ്പോഴാണ് ജിയോങ് ജെനി മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. പിന്നെ തന്നെ ജിയോങ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഈ പെണ്ണിനെ കൊന്നതാണല്ലേ എന്ന് ഇവരോട് ചോദിക്കുക. അപ്പോൾ ഇവർ ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഫ്രണ്ടിനെ കൊല്ലണത്, അവൾ തന്നെത്താനെ മരിച്ചതാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവര് പറഞ്ഞ് കരയാൻ തുടങ്ങും. ഈ സോൺ ഇത്രയെങ്കിലും പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ കടലാസ് കരഞ്ഞോണ്ടിരിക്കുക, ജെനിയേ ജെനി എന്നും പറഞ്ഞോണ്ട് അവൻ കരഞ്ഞോണ്ടിരിക്കുക, ഒന്നും പ്രതികരിക്കുന്നുമില്ല. പെട്ടെന്ന് ജെനിയുടെ ഡെഡ് ബോഡി കാണാതെയാവും. അപ്പം ജിയോങ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള മൂന്നാമത് ആ ആളെവിടെ, മൂന്നാമൻ എവിടെ പോയി, അവനല്ലേ ജെനീനെ ഇപ്പോൾ കൊണ്ടുപോയത്, എവിടെ ഡെഡ് ബോഡി എവിടെ, കാണാനില്ലല്ലോ. ഈ ഡെഡ് ബോഡി കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ മറ്റു രണ്ടുപേരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെനി 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 എവിടെ പോയി, മണ്ണൊക്കെ മാന്തി നോക്കുന്നുണ്ട്, പക്ഷെ ജെനീനെ കിട്ടണില്ല. അപ്പോഴേക്കും ജിയോങ് അവന്റെ ഫോൺ എടുത്ത് പോലീസിനും കോൾ ചെയ്യും. ഇവർ രണ്ടുപേരും ജിയോങ്ങിന്റെ കാല് വീണിട്ട് പോലീസിന് കോൾ ചെയ്യല്ലേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ പറയുന്നതിലും എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ജിയോങ് ഫോൺ കോൾ കട്ട് ചെയ്യും. പക്ഷെ ആ കട്ട് ചെയ്യുന്നതിന് മുമ്പ് പോലീസുകാർ കിഡ്നാപ്പ് എന്നും അങ്ങനെ കുറച്ച് വേർഡ്സ് ഇവരുടെ കയ്യിൽ നിന്ന് കേൾക്കും. അപ്പോൾ അവർ തിരിച്ചു കോൾ ചെയ്തിട്ട് പറയും, നിങ്ങളെ ഞങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോലീസുകാരെ വിട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടും വെറിയിടാവണ്ട എന്ന് പറഞ്ഞിട്ട് ആ കോൾ കട്ടാവും. പിന്നെ ഉണ്ട് ഇവർ രണ്ടുപേരും ഇരുന്ന് കരച്ചില്, അയ്യോ എൻ്റെ ജീവിതം നശിച്ചേ, പോലീസുകാർ വരും, ഇനി നമ്മളെ കൊണ്ടുപോകും, എന്ത് ചെയ്യും എന്നൊക്കെ കൊണ്ട് ഇവർ കരഞ്ഞോണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹാർട്ടി ഹൗസിലെ ഗ്രാൻഡ്മാനെ കാണിക്കുന്നുണ്ട്, ചെന്നിയുടെ ഗ്രാൻഡ്മ. അവൾ വരാത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ കന്നാസും കടലാസും ജിയോങ്ങിനെയാണ്. ഒരു വാവിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ജിയോങ്ങിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടില്ല ഒരു തെറ്റ്, അവളായിട്ട് മരിച്ചതാണ്, ഞങ്ങൾ അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ പോലീസ് എത്തുന്നുണ്ട്. പോലീസ് വന്നിട്ട് കടലാസിനോട് കുറെ സംസാരിച്ചാൽ കടലാസ് ഒരക്ഷരം ഉണ്ടാതെ ഇങ്ങനെ പോസ്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. സോണാണെങ്കിൽ പോലീസുകാരൻ്റെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പോലീസുകാരൻ തിരിച്ചു അവന് മേലേക്ക് ആ അഴുക്ക് വെള്ളം തെറിപ്പിക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ ജിയോങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടി അവളാണോന്ന്. അപ്പൊ അവൻ തിരിഞ്ഞു നോക്കിയിട്ട് അതെ ഇവള് തന്നെ. എന്നിട്ട് അവൻ ഇവളല്ലേ മരിച്ചത്, പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കണത്, അതായത് മരിച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടി അവിടെ ജീവനോടെ വന്ന് നിൽക്കുകയാണ്. ചെനീനെ ജീവനോടെ കണ്ടതും കടലാസ് ബോധം കെട്ട് വീഴുന്നുണ്ട്. പിന്നെ മറ്റവൻ ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, ഒരു പ്രത്യേക അവസ്ഥയിലാവുന്നുണ്ട് അവൻ. അവര് വിചാരിച്ചിരിക്കുന്നത് ഇത് ജെനിയുടെ ഗോസ്റ്റ് ആണെന്നാണ്. അടുത്ത് കാണിക്കുന്നത് ജിയോങ്ങിനെയാണ്. ജിയോങ്ങും ചെനിയും കൂടി വഴക്കിട്ടിട്ടുണ്ടായിരുന്നില്ല, ആ സ്ഥലമാണ് കാണിക്കുന്നത്. അവൻ വാളിലേക്ക് നോക്കുന്നുണ്ട്. വാളിൽ നോക്കുമ്പോഴാണ് നമുക്ക് കാണിക്കുന്നത് കത്തി അങ്ങനെയുള്ള മാരകായുധങ്ങളൊക്കെ അവളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, ആ സാധനമൊക്കെ വാളിൽ കുത്തി നിൽക്കുന്നതായിട്ട്. നേരെ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ഫ്ലാഷ് ബാക്കിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നു. അവളുടെ മേലെ വീഴാൻ വന്ന ആയുധങ്ങളെ തടഞ്ഞ് അവനാണ് ചുമരിലേക്ക് മാറ്റിവിടുന്നത്. ഇവന്റെ പവർ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡിൽ മാസ്മരിക പ്രകടനവും നിറയെ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെനിക്കും ഫ്രണ്ട്സിനും എന്ത് സംഭവിച്ചു എന്ന് നെക്സ്റ്റ് എപ്പിസോഡിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സൺഡേ നെക്സ്റ്റ് എപ്പിസോഡ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.